കൊച്ചിയിലെ പല ക്യാമ്പസുകളും ഹോസ്റ്റലുകളും ലഹരിയുടെ ഇടനാഴികളായി മാറുന്നു. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രധാന വിപണന കേന്ദ്രം അവിടുത്തെ ഹോസ്റ്റലാണ്. കഞ്ചാവിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പരസ്യമായി പണപ്പിരിവ്. അതിന് നേതൃത്വം നൽകിയിരുന്നത് 3ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥി അനുരാജ് എന്നാണ് കണ്ടെത്തൽ. പോളി ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ അനുരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോളി ആഘോഷത്തിൻ്റെ തലേന്ന് ഹോസ്റ്റലിലേക്ക് 4 പാക്കറ്റ് കഞ്ചാവ് കൊണ്ടുവന്നിരുന്നുവെന്നാണ് വിവരം. എന്നാൽ പിടിച്ചെടുത്തത് 2 പാക്കറ്റ് മാത്രം. അങ്ങനെയെങ്കിൽ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന ബാക്കി കഞ്ചാവ് എവിടെ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കളമശ്ശേരി കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി 3ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥി അനുരാജാണെന്ന് വ്യക്തമായതോടെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനുരാജാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്നും പണപ്പിരിവ് നടത്തിയതെന്നാണ് സൂചന. പിരിച്ച പണം പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്ക് കൈമാറുകയും അവർ മുഖേന കഞ്ചാവ് ക്യാമ്പസിൽ എത്തിക്കുകയുമായിരുന്നു. 10,000 രൂപ ഇവർ പിരിച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നും മൊഴി ലഭിച്ചു. സുഹൈൽ ഭായ് എന്നയാളാണ് കഞ്ചാവ് എത്തിച്ചതെന്നായിരുന്നു മൊഴി. ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടക്കുന്നുണ്ട്. അനുരാജിനു വേണ്ടി പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ അന്വേഷണം തുടങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ അന്വേഷണം തുടങ്ങുമ്പോൾ ഇയാൾ പോലീസിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. അനുരാജിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്ന സംഘത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ കഞ്ചാവിന്റെ വിതരണ കേന്ദ്രമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 4 പാക്കറ്റ് കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ പിടിച്ചെടുത്തത് 2 പാക്കറ്റ് മാത്രമാണ്. ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന ബാക്കി കഞ്ചാവ് എങ്ങോട്ട് പോയി എന്നും അന്വേഷിക്കുന്നുണ്ട്. കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ ആകാശ്, അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർ പിടിയിലാകുന്നത്. അവരിൽ നിന്നാണ് അനുരാജിലേക്കുള്ള സൂചനകൾ ലഭിച്ചത്. അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ്. അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ആഷിഖാണ് പ്രധാന ലഹരി ഇടപാടുകാരനെന്നാണ് വിവരം. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് കോളേജ് ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. രാത്രി നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. ഭാരതമാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുകച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കുന്നവർ എല്ലാം ഇവിടെ ഒറ്റക്കെട്ടാണെന്നും പരിശോധനയ്ക്ക് പിന്നാലെ പലരും ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി.